നളിനാക്ഷി അമ്മയ്ക്ക് വയസ്സ് 86 കണ്ണിന് വലിയ കാഴ്ചയൊന്നുമില്ല. പക്ഷേ ചെവി ഷാർപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ തീരെ കുറവുമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വടിയും കുത്തിപ്പിടിച്ച് വീടിനകത്തും വീടിന് ചുറ്റുമൊക്കെ ഇങ്ങനെ നടക്കും. അവരുടെ അനിയത്തി സുമംഗലയും തൊട്ടടുത്ത്, അതായത് ഒരേ കാമ്പൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവർക്കും 80ഓളം വയസ്സായി. ആയമ്മയ്ക്ക് അത്യാവശ്യം നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ നളിനാക്ഷി അമ്മയുടെ അവസ്ഥ അതല്ല. നളിനാക്ഷി അമ്മ ഇടയ്ക്കൊക്കെ ഈ സുമംഗലയുടെ വീട്ടിലോട്ട് കയറിപ്പോകും. ഒരു ദിവസം നളിനാക്ഷി അമ്മയുടെ മരുമകൾ രാധാമണി ഒരു കാഴ്ച കാണുകയാണ്. രാവിലെ ഉറക്കെഴുന്നേറ്റ് വന്ന അമ്മായി അമ്മയുടെ ചുണ്ട് കടിച്ചു പൊട്ടിച്ച മാതിരി മുറിവുകളോടെ ഇരിക്കുകയാണ്. നളിനാക്ഷി അമ്മയോട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിയതായിരിക്കും എന്ന് രാധാമണി കരുതി. പല്ലുകൊണ്ട് മുറിവുണ്ടാകാനും സാധ്യതയില്ല, കാരണം ആ വൃദ്ധയ്ക്ക് പല്ലുമില്ല. പക്ഷെ രാധാമണി ഇതത്ര സീരിയസ് ആക്കിയില്ല. പിറ്റേ ദിവസവും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇത് പിന്നെ അങ്ങോട്ട് സ്ഥിരമാവുകയാണ്. രാധാമണിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. സുമംഗലയും ഇത് ശ്രദ്ധിച്ചു. എന്തായാലും ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ദിവസം സുമംഗല ആ വീട്ടിൽ ഈ നളിനാക്ഷി അമ്മയ്ക്ക് ഒപ്പം ഒരു രാത്രി കിടക്കാൻ തീരുമാനിച്ചു. ആ ദിവസം രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ സുമംഗല ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. എന്തായിരിക്കും ശരിക്കും നളിനാക്ഷി അമ്മയ്ക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് ആ വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ സംഭവത്തിലേക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കൊല്ലത്തെ കുലശേഖരപുരത്താണ് രാധാമണിയും കുടുംബവും താമസിച്ചിരുന്നത്. രാധാമണിയും ഭർത്താവും 2 മക്കളും അമ്മായിയമ്മയെ നളിനാക്ഷി അമ്മയുമായിട്ട് സന്തോഷകരമായി ജീവിക്കുകയായിരുന്നു. 19ാമത്തെ വയസ്സിലാണ് രാധാമണി നളിനാക്ഷി അമ്മയുടെ മരുമകളായി ആ വീട്ടിലെത്തുന്നത്. അമ്മായിയമ്മയെന്ന് വച്ചാൽ രാധാമണിക്ക് ജീവൻ്റെ ജീവനാണ്. വന്ന കാലം മുതൽ അങ്ങനെ തന്നെ ഇവർ അമ്മായിയമ്മയും മരുമകളും ഭയങ്കര കമ്പനിയാണ്. രാധാമണിയുടെ ഭർത്താവ്, അതായത് നളിനാക്ഷി അമ്മയുടെ മകൻ, പെട്ടെന്ന് അങ്ങ് മരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു അത്. പിന്നീട് രാധാമണി വീട്ടുജോലിക്കും കെയർ ഹോമിലും ഒക്കെ ജോലി ചെയ്തെല്ലാമാണ് ഈ മക്കളെ പഠിപ്പിച്ചതും വളർത്തിയതുമെല്ലാം. മകളെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു. മകനെ പഠിപ്പിച്ച് അവനിപ്പോൾ ഗൾഫിൽ ജോലിയിലും കയറി. ഇപ്പോൾ രാധാമണിക്ക് ആശ്വാസമുണ്ട്. മകൻ ഗൾഫിലിരുന്ന് ആവശ്യത്തിന് പണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുതന്നെ ധാരാളമാണ് രാധാമണിക്കും അമ്മായിയമ്മയ്ക്കും കഴിയാൻ. ഇവരുടെ ഈ വീടിരിക്കുന്ന അതേ കാമ്പൗണ്ടിലാണ് നളിനാക്ഷി അമ്മയുടെ അനിയത്തിയും കുടുംബവും താമസിച്ചിരുന്നത്. ബാക്കി ചില ബന്ധുക്കളും ആ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട്. രാധാമണിയുടെയും നളിനാക്ഷി അമ്മയുടെയും ഈ സ്നേഹം കണ്ടിട്ട് എല്ലാവർക്കും അസൂയയാണ്. ഇതുപോലൊരു അമ്മായിയമ്മയെ മരുമോളെ ലോകത്തെങ്ങും ഇല്ലേ എന്നാണ് അവരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നളിനാക്ഷി അമ്മയുടെ അനിയത്തിയായ സുമംഗലയ്ക്ക് ഇത്തിരി അസൂയയുണ്ട് ഇതിൽ. സുമംഗലയും രാധാമണിയും ഈ നളിനാക്ഷി അമ്മയൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പിണങ്ങും, പിന്നീട് മിണ്ടും. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ആ ഒരു വഴക്ക്. എന്നാലും നളിനാക്ഷി അമ്മ ഈ വടിയും കുത്തിപ്പിടിച്ച് സുമംഗലയുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എത്തും. ഇവർക്ക് അധികം പിണങ്ങിയിരിക്കാനും ആവില്ല. അങ്ങനെ പോകവെയാണ് നളിനാക്ഷി അമ്മ ഒരു ദിവസം രാത്രി കിടന്ന് വലിയ വായിൽ നിലവിളിക്കുന്നത്. സുമംഗലയും അയൽപക്കക്കാരും ഒക്കെ അങ്ങോട്ടേക്ക് ഈ വിളി കേട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ കാണുന്നത് എന്തോ കണ്ട് പേടിച്ചരണ്ടിങ്ങനെ ഇരിക്കുന്നതാണ്. രാധാമണിയോട് അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. സുമംഗല കാര്യം തിരക്കിയപ്പോൾ രാധാമണി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മ ആരൊക്കെയോ പിടിക്കാൻ വരുന്നുവെന്നും ഒരാൾ അകത്തൂടി നടക്കുന്നത് കണ്ടുവെന്നും ഒക്കെ പറഞ്ഞ് നിലവിളിയാണ്. വയസ്സായതല്ലേ, പോരാത്തതിന് ഓർമ്മക്കുറവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നളിനാക്ഷി അമ്മയെ സമാധാനപ്പെടുത്തിയിട്ട് ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീടുകളിലേക്ക് പോയി. പിന്നെ മിക്ക ദിവസങ്ങളിലും ആ വീട്ടിൽ നിന്നും രാത്രിയാവുമ്പോൾ ഈ അമ്മുമ്മയുടെ വിളി ഇങ്ങനെ കേൾക്കും. രാധാമണിക്ക് നേരെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. നല്ല ഉറക്കം പിടിച്ച് വരുമ്പോഴാണ് രാധാമണിയെ ആരോ പോകുന്നടി എന്ന് പറഞ്ഞുള്ള ഇവരുടെ ഈ നിലവിളി. ഒരു ദിവസം സുമംഗലയുടെ വീട്ടിൽ നിന്നും നളിനാക്ഷി അമ്മ പറയുകയാണ്, എടി, ഞാൻ ഇന്നലെ അച്ഛനെ കണ്ടടി. അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൊതിയൊക്കെ ഉണ്ട്. വേറെയും ആരൊക്കെയോ വന്നിരുന്നു. സുമംഗലയ്ക്ക് ഇത് പ്രായത്തിൻ്റെ വിളവുകേടാണെന്ന് അപ്പം തന്നെ മനസ്സിലായി. കാരണം 10-40 കൊല്ലം മുമ്പ് മരിച്ച അച്ഛനെയൊക്കെയാണ് ചേച്ചി ഇപ്പോൾ കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ നളിനാക്ഷി അമ്മയുടെ തോന്നലാണ് എല്ലാമെന്ന് എല്ലാവരും അങ്ങ് വിധി എഴുതി. അങ്ങനെ ഇരിക്കെയാണ് നളിനാക്ഷി അമ്മ രാവിലെ ഉറക്കമെഴുന്നേറ്റ് വന്നപ്പോൾ അവരുടെ ചുണ്ടൊക്കെ അടർന്നിരിക്കുന്നത്, അതായത് ഈ കടിച്ചതുപോലത്തെ മുറിവുകളൊക്കെ വന്നിട്ടുണ്ട്. അവരത് രാധാമണിയെ കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നല്ല നീറ്റലും വേദനയൊക്കെ ഉണ്ട്, എന്താണ് എനിക്ക് പറ്റിയതെന്നും അറിയില്ല. രാധാമണി അതത്ര കാര്യമേ ആക്കിയില്ല. പിന്നീട്
ഡെയിലി ഇത് തന്നെയാണ് സ്ഥിതി. ഇവരുടെ ചുണ്ട് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. ഒടുവിൽ സുമംഗലയും ഇത് കാണുകയാണ്. അവരുടെ കണ്ണിലും ഇത് പെട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കും അത്ഭുതമായി. അതായത് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത്. ഒടുവിൽ നളിനാക്ഷി അമ്മയോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതാണ്: എടി, ആരോ അവിടെ വന്നിട്ട് പോകുന്നുണ്ടെന്ന്. സുമംഗലയും രാധാമണിയും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ്. വെളിവില്ലാതെ പറയുന്നത് മനസ്സിലാക്കാം, പക്ഷേ ഈ ചുണ്ടിലുണ്ടാകുന്ന മുറിവ് ഇതെങ്ങനെ? അതും എഴുന്നേറ്റ് വരുമ്പോഴാണ് ഇത് കാണുന്നത്. സുമംഗല പറഞ്ഞു, എന്തായാലും ഞാൻ ചേച്ചിക്കൊപ്പം ആ വീട്ടിൽ ഇന്ന് വന്ന് രാത്രി ഉറങ്ങാം. എന്താണ് ചേച്ചി കാണുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണമല്ലോ. അത് രാധാമണിയും സമ്മതിക്കുകയാണ്. അങ്ങനെ 86കാരി ചേച്ചിക്ക് കൂട്ടുകിടക്കാനായിട്ട് 80കാരി അനിയെത്തി ആ വീട്ടിൽ അന്നെത്തി. രണ്ടുപേരും രാത്രി കുറേ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നു. രാത്രി ആയപ്പോഴുണ്ട് സുമംഗല ആ കാഴ്ച കാണുകയാണ്. രാധാമണിയുടെ മുറിക്കകത്തു നിന്നും ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലത്തെ ഒരു വെട്ടം. എന്തെന്ന് നോക്കാനായിട്ട് അവർ എഴുന്നേറ്റതും അത് പെട്ടെന്നങ്ങ് ഇല്ലാതായി. പിന്നെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ആ മുറിയുടെ സൈഡിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. സുമംഗല നേരെ ചെന്ന് രാധാമണിയെ വിളിച്ചുണർത്തി. അവർ ചോദിച്ചു, ഇതിനകത്ത് എന്താണ് ഒരു വെട്ടം കണ്ടത്? നിന്റെ മുറിയുടെ അടുത്ത് നിന്നും ഏതാണ്ടൊക്കെയോ നീങ്ങുന്നതായിട്ടുള്ള ഒരു തോന്നലും എനിക്ക് തോന്നി. രാധാമണി പറഞ്ഞു, ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഇവിടെ എങ്ങും ഒന്നുമില്ല. ഇതിപ്പോൾ അമ്മ പറയും പോലെ ആയല്ലോ. സുമംഗലയ്ക്ക് ചേച്ചി പറയുന്നത് കേട്ട് കേട്ട് തനിക്കും എന്തൊക്കെയോ ഇവിടെ ഉണ്ടെന്ന് തോന്നുകയാണ് എന്നാണ് തോന്നിയത്. മനസ്സിൻ്റെ പിടിവിട്ടതുപോലെ ഒരു തോന്നലാണ് അവർക്കും തോന്നിയത്. അന്ന് രാത്രി അതങ്ങ് കഴിയുകയാണ്. നേരം വെളുത്തു. രാധാമണിയും സുമംഗലയും നോക്കിയപ്പോൾ നളിനാക്ഷി അമ്മയുടെ ചുണ്ടിൽ പുതിയതായിട്ടൊരു മുറിവില്ല. സാധാരണ അങ്ങനെയല്ല. രാത്രിയാകുമ്പോൾ ഇവർ നിലവിളിക്കും, രാവിലെ ആകുമ്പോൾ ചുണ്ടൊക്കെ മുറിഞ്ഞിരിക്കും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇപ്പോൾ നളിനാക്ഷി അമ്മയുടെ നിലവിളിയൊന്നും ആൾക്കാരങ്ങോട്ട് കേൾക്കുന്നില്ല. ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് 2021 നവംബർ 6-ാം തീയതി രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ രാധാമണിയുടെ വലിയ വായിലുള്ള നിലവിളി നാട്ടുകാർ കേൾക്കുന്നതും. സാധാരണ നളിനാക്ഷി അമ്മയാണ് വിളിക്കുന്നത്, അതുകൊണ്ട് അതിന് ആരും അധികം പോകാറില്ല. പക്ഷേ ഇതിപ്പോൾ തിരിച്ചാണ്, രാധാമണിയാണ് വിളിക്കുന്നത്. ആ വിളി കേട്ട് സുമംഗലയും നാട്ടുകാരും ഒക്കെ അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞെത്തി. ചെന്നപ്പോൾ കാണുന്നത് നളിനാക്ഷി അമ്മ ഇങ്ങനെ കത്തുകയാണ്. രാധാമണി വെള്ളം കോരി അവരുടെ പുറത്ത് ഇങ്ങനെ വീഴ്ത്തുന്നുമുണ്ട്. നാട്ടുകാരെല്ലാവരും വെള്ളം കോരി ഒഴിച്ച് ആ തീ അങ്ങ് കെടുത്തി. നോക്കുമ്പോൾ മാംസമൊക്കെ പാതി അടർന്നിളക്കി ഒരു വല്ലാത്ത പരുവമായി കിടക്കുകയാണ് ആ വയസ്സായ അമ്മയുടെ ശരീരം. ഉടൻ തന്നെ ആരൊക്കെയോ വിളിച്ചു കൂവുന്നുണ്ട്. നോക്കി നിൽക്കാതെ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസ് എത്തി. അതിലിട്ട് ചാക്കിൽ പൊതിഞ്ഞ നളിനാക്ഷി അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒപ്പം കരച്ചിലും നിലവിളിയുമായിട്ട് രാധാമണിയും കൂടെയുണ്ട്. പോകുന്ന വഴിയും രാധാമണി ആ ആംബുലൻസിലിരുന്ന് നളിനാക്ഷി അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മ എന്നോട് ഇത് ചെയ്തത്? ഞാൻ പൊന്നുപോലെയല്ലേ നിങ്ങളെ നോക്കിയത്? ആശുപത്രിയിൽ എത്തിത്തീരും മുന്നേ തന്നെ നളിനാക്ഷി അമ്മയുടെ ജീവനും പോയി. എല്ലാവരും രാധാമണിയോട് എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇവർ ഈ കടുങ്കൈ ചെയ്തതെന്ന്. രാധാമണി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നല്ല ഉറക്കമായിരുന്നു. പാതിരാത്രി ആയപ്പോൾ ആരോ കൊല്ലാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ പഴയതുപോലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് കിടക്കുന്നത് ഞാൻ കേട്ടു. ഇവിടെ ആരും ഇല്ല അമ്മയെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചിട്ട് തിരിച്ച് ഉറങ്ങാൻ പോയി. ഞാൻ കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു വെട്ടം കണ്ട് എഴുന്നേറ്റത്. നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ നിന്ന് കത്തുകയാണ്. അടുത്താണെങ്കിൽ മണ്ണെണ്ണ കന്നാസും കിടക്കുന്നത് കണ്ടു. പോലീസും വന്ന് ചോദിച്ചപ്പോൾ രാധാമണി ഇത് തന്നെയാണ് പറഞ്ഞത്. നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പോലീസിന് കൊടുത്ത മൊഴിയും അങ്ങനെയാണ്. നളിനാക്ഷി അമ്മയ്ക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും കാണാത്തതൊക്കെ കണ്ടുവെന്ന് പറഞ്ഞ് രാത്രി ഇവർ ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും രാധാമണി ഇപ്പോൾ ഒറ്റയ്ക്കായി. ഊണില്ല, ഉറക്കമില്ല. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ എന്തൊക്കെ സമാധാനപ്പെടുത്തിയാലും രാധാമണിക്ക് അമ്മായിയമ്മയുടെ ഈ മരണം ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അത്രയ്ക്കും ജീവനായിരുന്നു ഈ അമ്മായിയമ്മയെന്ന് വെച്ചാൽ. സുമംഗല എന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വിഷമിക്കാതെ കുറച്ച് ദിവസം നീ എൻ്റെ വീട്ടിൽ വന്നൊന്ന് കിടക്ക്, അപ്പോഴേക്കും കുറേയൊക്കെ ശരിയാവും. പക്ഷേ രാധാമണിക്ക് ഒന്നും തലയിൽ കയറുന്നില്ല. അവർ ആ വീട് വിട്ട് എങ്ങും ഇറങ്ങാതെ തകർന്നിങ്ങനെ ഇരിക്കുകയാണ് അമ്മായിയമ്മയെ ഓർമ്മിച്ചുകൊണ്ട്. നളിനാക്ഷി അമ്മ മരിച്ച് ഇപ്പോൾ 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു സംഘം പോലീസ് രാധാമണിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരുന്നു.
ആൾക്കാരൊക്കെ ചോദിക്കുകയാണ്, എന്താണ് സാർ കാര്യം? ഇപ്പോൾ ഒരു ദുർമരണം കഴിഞ്ഞ ഒരു വീടാണിത്, എന്താണ് ഇവിടെ കാര്യം? പോലീസ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെ നളിനാക്ഷി അമ്മ സ്വയം തീ കൊളുത്തി മരിച്ചതല്ല, അവരെ കൊന്നതാണ്. അവരുടെ മരണം ഒരു കൊലപാതകമാണ്. എല്ലാവരും ഇത് കേട്ടങ്ങ് ഞെട്ടിപ്പോയി. കൊലപാതകമോ? അതെ, അവരെ കൊന്നത് അവരുടെ മരുമകളായ രാധാമണിയാണ്. സർവരും ഞെട്ടി. ചക്കരയും അടയും പോലെ ജീവിച്ച അമ്മായിയമ്മയും മരുമകളുമാണ് അവർ. എന്നിട്ടിപ്പോൾ മരുമകളാണ് അമ്മായിയമ്മയെ കൊന്നതെന്ന്. ശരിക്കു പറഞ്ഞാൽ നടന്നത് ഇതാണ്. രാധാമണിക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. ഇത് ആ നാട്ടിലെ തന്നെ ആരോ ഒരാളാണ്. ഇത് നളിനാക്ഷി അമ്മ കാണാറുമുണ്ട്. പക്ഷേ അവർക്ക് ക്ലിയർ ഇല്ല. അവർക്കറിയില്ല ഇത് മരുമകളുടെ രഹസ്യക്കാരനാണെന്ന്. അവർ ചിന്തിച്ചത് കള്ളന്മാരോ മരിച്ചുപോയ ആത്മാക്കളോ ഒക്കെ ആണ് ആ വീട്ടിലോട്ട് വരുന്നതെന്നാണ്. രാധാമണിക്ക് ഇവരുടെ ഈ വലിയ വായിലുള്ള നിലവിളി, അവരുടെ കള്ളക്കളിയൊക്കെ പുറത്തു വരുമോ എന്നൊരു ഭയവും ഉണ്ടായിരുന്നു. കാരണം ഇവർ നിലവിളിക്കുമ്പോഴെല്ലാം ആൾക്കാർ ആ വീട്ടിലോട്ട് ഓടി വരുമായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഇവർക്ക് ഭയമായിരുന്നു, ഈ രഹസ്യക്കാരനെ നാട്ടുകാർ കണ്ടുപിടിക്കുമോ എന്ന്. അതുകൊണ്ട് ഇവർ നിലവിളിച്ച് ആളെ കൂട്ടാതിരിക്കാനായിട്ട് രാധാമണി ഭക്ഷണത്തിൽ ഉറക്കഗുളിയൊക്കെ ഇട്ട് ആദ്യം കൊടുത്തിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇവർ ഇടയ്ക്ക് അത് ഉണർന്ന് ഈ വിളിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ ചെയ്തത് എന്തെന്നാൽ ഉറക്കഗുളികയും കൊടുത്തിട്ട് അവർ ഉറങ്ങിയ ശേഷം അവരുടെ വായിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കുമായിരുന്നു. ഇത് നളിനാക്ഷി അമ്മ തിരിച്ച് എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഈ ടേപ്പിന് ഇവരങ്ങ് വലിച്ചിളക്കി മാറ്റും. ഇങ്ങനെ ചെയ്തത് കാരണം ഇവരുടെ ചുണ്ടിലെ തൊലിയെല്ലാം ഇളകി മുറിവായി. ഈ ക്രൂരത ഇങ്ങനെ ചെയ്തു വരികയാണ്. ഒരു ദിവസം നളിനാക്ഷി അമ്മ നിന്നെ കാണാൻ ഇവിടെ ആരാണ് വരുന്നതെന്ന് മരുമകളോട് ചോദിക്കുന്നത്. കറക്റ്റ് ആ ചോദ്യം രാധാമണിക്ക് മർമ്മത്ത് കൊണ്ട് ഒരു അടിയായിരുന്നു. പിന്നെ ആ സ്ത്രീക്ക് പല ചിന്തകളും ഇങ്ങനെ ഓടുകയാണ്, കൂട്ടത്തിൽ ഭയവും. ഒരു മകളെ കെട്ടിച്ചു വിട്ടു, ഒരു മകനാണെങ്കിൽ ഗൾഫിലിരിക്കുകയാണ്. ഈ രണ്ടു മക്കളും ഇത് അറിഞ്ഞാലുള്ള അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു വിഷമം, അതുമാത്രമല്ല നാട്ടുകാരറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ എന്തായാലും ഇവരുടെ അനിയത്തിയോടോ മറ്റോ പറഞ്ഞാലുള്ള അവസ്ഥ, ഇതൊക്കെ ഒരു ഭയമായി രാധാമണിക്ക് മാറുകയാണ്. രാധാമണി ഒരു ദിവസം ഉറങ്ങിക്കിടന്ന ആ വൃദ്ധയുടെ തലയിൽ ഉലക്ക കൊണ്ട് ഒരൊറ്റ അടിയാണ്. ആ അടിയിൽ ഇവർ ബോധം കെട്ടുപോയി. പക്ഷേ ഇവരുടെ ശരീരത്ത് മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ മരിച്ചിട്ടില്ലായിരുന്നു, ഇവരുടെ ശരീരത്ത് മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ ഇവർക്ക് ആ ബോധം വീണെങ്കിലും അതിനകം തന്നെ തീ ആളി പടർന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ അടി കണ്ടെത്തി. പക്ഷേ ഇതിന് രാധാമണി ആദ്യം പറഞ്ഞത് തലേന്ന് രാത്രി അമ്മ ഇരുട്ടത്തെങ്ങാണ്ടോ തപ്പിത്തടഞ്ഞ് വീണപ്പോൾ കട്ടിലിൻ്റെ കാലിൽ തല അടിച്ചതെന്നാണ്. എന്നാൽ പോലീസ് സകല കള്ളത്തനങ്ങളും കണ്ടുപിടിച്ചെന്ന് മനസ്സിലായതോടെ സത്യങ്ങളെല്ലാം ഇവർ തുറന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവരിപ്പോൾ ജയിലിലായെങ്കിലും ഇവരുടെ ആ രഹസ്യക്കാരൻ അവിടെ എവിടെയോ കാണാൻ മറയത്ത് ഇപ്പോഴും ആ അയൽപക്കത്ത് എവിടെയോ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം.